ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ അടുത്ത ആഴ്ച പ്രൊമോയിൽ നമ്മുടെ കോടതിയിൽ പറയുന്നുണ്ട് ജഡ്ജി ഗീതുക്ക് സമ്മതമാണെന്ന് പറയട്ടെ ഇതിൽ പേപ്പറിൽ ഒപ്പ് വെച്ചത് ഗീതാഞ്ജലി അല്ല, അതൊരു ഫേക്ക് ഒപ്പാണെന്ന് പറയുമ്പോഴേക്കും ഗീതാഞ്ജലി അവിടെ ശരിക്കും പറഞ്ഞാൽ വിജയിക്കുവാട്ടോ. അതിനുശേഷം അത് മാത്രമല്ല, ഇനി മുതൽ ഗീതുവിന് ഗോവിന്ദിന്റെ കൂടെ താമസിക്കാം, ഗോവിന്ദിന്റെ കൂടെ അതായത് റൂമിൽ താമസിക്കാം എന്നൊക്കെ, എന്ത് ഭാര്യയായിട്ടുള്ള എല്ലാ അവകാശവും എടുക്കാം എന്ന് പറഞ്ഞിട്ട് കോടതി വിധി വരുന്നുണ്ട്. അങ്ങനെ വിധി വന്ന ഗീതു നേരെ വീട്ടിൽ പോയിട്ട് ആ വക്കീൽ നോട്ടീസ് എടുത്തിട്ട് ഗോവിന്ദന്റെ റൂമിന്റെ മുമ്പിൽ ഒട്ടിച്ചു വെക്കുവാണ്. എന്നിട്ട് രാധികാമത്തും വരുണിനോടൊക്കെ പറയുന്നുണ്ട്, ഇനി എനിക്ക് ഗോവിന്ദേട്ടന്റെ റൂമിൽ പോയി കിടക്കാം, കേട്ടല്ലോ, അങ്ങനെ കോടതി വിധി വന്നിട്ടുണ്ട്, ദേ വായിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അതേസമയം നമ്മുടെ ഗീതു ആണെങ്കിൽ ഓഫീസിൽ പറയുന്നുണ്ട്, അത് എന്തായാലും ഇവിടെ അവർണികയുടെ കമ്പനി ജോയിൻ ചെയ്യാൻ വന്ന എല്ലാവർക്കും ഒരുപോലത്തെ നിസ്സാര ശമ്പളം മാത്രമേ ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ്. വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം, എന്തോ 5000 6000 രൂപ എന്തോ, അവർക്ക് ഭയങ്കര പണിയും കൊടുക്കും, വെറുതെ 5000 രൂപ, 10 5 ശമ്പളം പോലും കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയായിട്ട് ഗീത് ചെയ്യാൻ പോകണം. അപ്പൊ അത് കാണുന്ന നമ്മുടെ കിഷോർ ആകെ ദേഷ്യം വരുവാണ്. കിഷോറിനെ നിലക്ക് നിർത്താൻ വേണ്ടി അവർണിക ശ്രമിക്കേണ്ടത്, നീ ഇവിടെ തന്നെ നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവർണിക ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഗീതു ചിരിക്കുവാട്ടോ. അതിനുശേഷം ഗീതു ഒരു പോലീസ് പരാതി കൊടുക്കുന്നുണ്ട്, തന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട്, തന്റെ ജീവന് ആപത്താണെന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട് ഗീതാഞ്ജലിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗീതാഞ്ജലി ആ വജ്രായുധം, നമ്മുടെ രാധികാമയാണ് എല്ലാത്തിനും പിറകിലുള്ളതെന്ന്, ആ വജ്രായുധം പ്രയോഗിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.